ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നതൊരു ക്യാൻഡിൽ ഹോൾഡറാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അതുപോലെ കുറഞ്ഞ സമയം മതി. നമ്മൾ വീട്ടിലുള്ള ഒരു സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ഒരു കുപ്പി ഗ്ലാസ് ഇല്ലേ, അങ്ങനത്തെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കുറച്ച് ലേസാണ്, സ്റ്റോണിൻ്റെ ലേസാണിത്. പിന്നെ ഒരു ഗ്ലൂ ഗണ്ണ് വേണം, ഇത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ലേസ് എടുത്തിട്ട് നമുക്ക് വേണ്ട ആ ഒരു ഗ്ലാസ്സിന് ചുറ്റും ഒന്ന് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കറക്റ്റ് ആ ഒരു റൗണ്ടായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതിൻ്റെ ആ ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതൊന്ന് ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഒരു അളവിൽ നമ്മളൊന്ന് അളന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതേ ആ ഒരു അളവ് തന്നെ നമ്മളെ കയ്യിലുള്ള ആ ലേസ് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫുള്ളായിട്ട് ആ ലേസൊക്കെ ഒന്ന് ആദ്യം സെയിം അളവിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിന് ഗ്ലൂ ഗണ്ണാണ് നല്ലത്, വേറെ ഫെവിക്കോളിലൊന്നും ഒട്ടുമെന്ന് എനിക്കറിയില്ല, കുറച്ച് ചിലപ്പോൾ ടൈം എടുക്കാൻ മതിയാവും. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഈ ലേസ് നമുക്ക് ഇങ്ങനത്തെ ഫാൻസി ഷോപ്പിലും അതുപോലെ നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ നമ്മൾ ഈ ബട്ടൺസും അതുപോലെ സ്റ്റിച്ചിങ്ങിനുള്ള ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഡ്രസ് മേക്കേഴ്സിൻ്റെ അങ്ങനത്തെ ഷോപ്പിലൊക്കെ കിട്ടും ഇത്. ഈ ലേസ് നമുക്ക് പല കളറിൽ കിട്ടാനുണ്ട്, സിൽവർ കളറിലും അതുപോലെ ഗോൾഡൻ കളറിലൊക്കെ കിട്ടാനുണ്ട്. ഇതൊരു ചെമ്പിൻ്റെ ഒരു ടൈപ്പ് കളറിലാണ്. അപ്പോൾ എനിക്ക് ഈ കളർ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, കാരണം ആ ഒരു ആൻറ്റിക് കളറാണല്ലോ, നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തത്. പിന്നെ പിങ്ക്, ബ്ലൂ അതിലൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ ഉള്ളൂ. മീറ്ററിന് 30 രൂപയായിരുന്നു വില. പക്ഷേ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ആ ഒരു ക്യാൻഡിലൊക്കെ ഇട്ടിട്ട് നമ്മൾ രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പം നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതെന്നാണെന്ന് തന്നെ തോന്നുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണേ. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോ റോ ആയിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒട്ടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഒരു 2 റൗണ്ട് ഒട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടതിൻ്റെ ശേഷം പിന്നെ ബാക്കി ഒരു 2 റൗണ്ട് അങ്ങനെ ഒട്ടിച്ചെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അല്ലാതെ പിന്നെ നമ്മൾ ഗോൾഡൻ കളറും സിൽവർ കളറും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താലും നല്ല സ്റ്റൈലുണ്ടാവും. കാരണം ആ ലൈറ്റൊക്കെ വരുന്ന സമയത്ത് പല കളറിൽ ഇങ്ങനെ പുറത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ, അപ്പം നല്ല ഭംഗിയുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെ ഇതിൽ മാറ്റം വരുത്തിയാൽ മതി. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു ക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലും ഒന്ന് കാണുന്ന സമയത്ത് നമുക്ക് നമ്മളുടേതായ കുറേ ഒരു ഐഡിയാസൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. കാരണം പല ഐഡിയാസ് വരുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജോയിൻ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് കുറച്ച് ഇങ്ങനെ ആ ഒരു പൊങ്ങി നിൽക്കുന്ന ആ പീസൊക്കെ നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു സ്റ്റോൺസൊക്കെ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഭാഗം കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഫില്ല് ചെയ്യാൻ ഇല്ല, കഴിഞ്ഞ് ലേസൊക്കെ കഴിഞ്ഞു. അപ്പം ഞാനൊരു ചെറിയൊരു സ്ട്രിപ്പ് എടുത്തിട്ട് അവിടെ ഒട്ടിച്ചിട്ട് ഫില്ല് ചെയ്യാണ്. നിങ്ങളപ്പോൾ ചെയ്യുന്ന സമയത്ത് താഴെ ഭാഗം വരെ ഒട്ടിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു റോവും കൂടെ ഉണ്ടാവുന്നതാണ് നല്ലത്. അപ്പോൾ കറക്റ്റ് ആ ഗ്ലാസ് കാണാത്ത രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇവിടെ നമ്മളുടെ ആ ഒരു ക്യാൻഡിൽ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ആ ഗ്ലാസ്സിൽ ലേസൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതാ ഇതേപോലെ സിൽവർ കളർ ലേസ് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഈ വൈറ്റ് ഞാൻ ഉണ്ടാക്കിയതല്ല, നമുക്ക് സ്പ്ലാഷിൻ്റെ ഗിഫ്റ്റ് കിട്ടിയതാണ്. സ്പ്ലാഷിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ അറിയാമല്ലോ, നല്ല ഭംഗിയായിരിക്കും, അതുപോലെ നല്ല റേറ്റും ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പീസസ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ ശേഷമാണ് എനിക്ക് ഇങ്ങനൊരു ഐഡിയ നമുക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയത്. നമ്മളെ വീട്ടിലുള്ള സാധാരണ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൽ ഓരോ കുഞ്ഞ് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്.
ഞാൻ ആ ക്യാൻഡിൽ കത്തിച്ചിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത സമയത്താണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി. അപ്പോൾ നല്ല ഡിസൈനായിട്ട് ഇങ്ങനെ ഫ്ലവർ പോലെ ഇങ്ങനെ ടേബിളിലൊക്കെ ഇങ്ങനെ കാണുന്ന നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഇത് നിങ്ങൾ യൂസ് ചെയ്താൽ. ഇത് നമുക്ക് ഡൈനിങ് ടേബിളിൽ സെൻറ്ററിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതുപോലെ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, നമുക്ക് അധികം ചിലവൊന്നുമില്ല. നമ്മൾ സാധാരണ ഉള്ള ഒരു ഗ്ലാസ്സിൽ ലേസ് വെച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.